Hello, Namaskaram. I'm Merin. Welcome to my channel. Diwali season ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാൻഡിൽ ഹോൾഡർ ആണ്. അതും പിസ്ത ഷെൽ വെച്ചിട്ട്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Pista shells, cardboard, glue gun, golden fabric color, scissor. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ദിയ ഹോൾഡർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഇതുപോലത്തെ ഒരു കട്ടിയുള്ള കാർഡ്ബോർഡാണ് നമ്മൾ എടുത്തേക്കുന്നത്. അധികം കട്ടിയില്ല, എന്നാലും ഈ ഒരു തിക്നെസ് ഉള്ള കാർഡ്ബോർഡാണ് എടുത്തേക്കുന്നത്. ഈ ഒരു പാത്രത്തിൻ്റെ സൈസാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സൈസാണോ വേണ്ടത് ആ ഒരു സൈസ് വരച്ചിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ എടുക്കുന്ന ക്യാൻഡിലിൻ്റെ സൈസും ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്യുവാണ്. അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ഇനി കാർഡ്ബോർഡ് ഗോൾഡൻ കളർ വെച്ച് നമ്മൾ കളർ ചെയ്തെടുക്കുവാണ്. നല്ലതുപോലെ ഡ്രൈ ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കാർഡ്ബോർഡ് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പിസ്ത ഷെൽസ് ജസ്റ്റ് ഒന്ന് കളർ ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ എല്ലാ പിസ്ത ഷെൽസും കളർ ചെയ്തെടുക്കണം. ഇപ്പോൾ പിസ്ത ഷെൽസ് എല്ലാം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്, കണ്ടില്ലേ? കാർഡ്ബോർഡും നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്ന ക്യാൻഡിലിൻ്റെ സൈസും ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്യുവാണ്. അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ഇത് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മളെല്ലാം ഒട്ടിച്ചു കൊടുക്കുവാണ്. ഗ്ലൂ ഗൺ ഹീറ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാം പെട്ടെന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ പിസ്ത ഷെൽസ് എല്ലാം നല്ലതുപോലെ ഒട്ടിച്ചു കഴിഞ്ഞു, കണ്ടില്ലേ? ഇനി ഇതിലോട്ട് നമ്മളുടെ ക്യാൻഡിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും, കണ്ടില്ലേ? വളരെ ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി രാത്രിയിലാണ്. നല്ല രസമായിരിക്കും. ഈ ഗോൾഡൻ കളർ നമ്മൾ അടിച്ചതുകൊണ്ട് തന്നെ രാത്രി നല്ലൊരു ഷൈനിങ് ആയിരിക്കും നമ്മൾ ലാമ്പ് കത്തിക്കുമ്പോഴത്തേക്ക്. നിങ്ങൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ലൈറ്റ് കണ്ടല്ലോ ഗ്ലാസിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കുന്നത്, അതെന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ലൈറ്റ്സ് ആണ്. ഞാനും ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ പേര് ഫ്ലോട്ടിംഗ് ലൈറ്റ്സ് അല്ലെങ്കിൽ സ്മോക്ക്ലെസ് ലൈറ്റ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വർക്കിംഗ് അതിനേക്കായി സൂപ്പറാണ്. നമ്മളിത് കത്തിച്ചൊന്നും കൊടുക്കണ്ട, അല്ലെങ്കിൽ ഓണൊന്നും ആക്കണ്ട. ഇത് വെള്ളത്തിലോട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, അപ്പോഴത്തേക്ക് ഇത് ലൈറ്റ് കത്തും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്, കണ്ടില്ലേ?
ഇതാണ് ഒരു സംഭവം. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത്. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ഈ ലാമ്പാണ് ഞാൻ ഇൻട്രോ വീഡിയോൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പം നല്ലൊരു ഭംഗിയാണ് ഈ പ്രാവശ്യം ദീപാവലിക്ക്. നിങ്ങളും ഉറപ്പായിട്ടും ഈ ക്യാൻഡിൽ ഹോൾഡർ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഭംഗിയാണ് കാണാൻ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിസ്താ ഷെൽസ് ഒക്കെ ഇങ്ങനെ കളയുന്നതിന് പകരം ഇതുപോലെ ചെയ്ത് നോക്കുക. വളരെ ഭംഗിയാണ്, കണ്ടില്ലേ? സിമ്പിളായിട്ടുള്ളൊരു ലാമ്പ് ഹോൾഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജിലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെയും നിങ്ങൾക്ക് എൻ്റെ വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.